ശബരിമല സ്വർണ്ണമോഷണ കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടത്. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധി. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സിന്ധൂരി, കോടതിയിൽ റിമാൻഡ് കാലാവധി പൂർത്തിയായ ഘട്ടത്തിലാണ് വീണ്ടും കോടതിയിലേക്ക് കസ്റ്റഡി കാലാവധി പൂർത്തിയായ ഘട്ടത്തിലാണ് മുരാരി ബാബുവിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. മുരാരി ബാബുവിനെ കോടതി കസ്റ്റഡിയിൽ തുടരാൻ ആവശ്യപ്പെട്ടില്ല. ഇതോടുകൂടിയാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് കാലാവധിയിലേക്കാണ് കോടതിയിൽ ഇന്ന് മുരാരി ബാബുവിനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ കേസിൽ പ്രധാനമായി അന്വേഷണത്തിന്റെ മറ്റൊരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് സുപ്രധാന രേഖകൾ ഇന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. വിജയമില്ലി 1998-99 കാലഘട്ടത്തിൽ ശബരിമല ശ്രീകോവിലിന് സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തുനിന്ന് മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകളിൽ നിന്ന് സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദേവസ്വം ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 420 പേജുകളുണ്ട്. സിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പുതിയ നൽകാൻ സാധിക്കുന്ന വിവരം. എന്തായാലും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസിലാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടത്. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധി. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.